കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നടന്ന സംഭവം എന്ത് രസമായിട്ടാണ് മന്ത്രി പറഞ്ഞത്. ആ കമ്മിറ്റിക്ക് പരാതി കൊടുത്ത അപ്പം തന്നെ നടപടിയെടുത്തു, പോലീസിലേക്ക് അത് മാറി അന്വേഷണം നടത്തി. സാർ എന്നാണ് സാർ ഈ സംഭവം നടക്കുന്നത്? മാർച്ച് 1 തീയതി രാത്രി. മാർച്ച് 1 തീയതി രാത്രിയാണ് നടക്കുന്നത്. സാർ കഴിഞ്ഞ ദിവസമാണ് കേസെടുത്തത്. പറയട്ടെ. ഇവിടെ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ ടീച്ചേഴ്സ് അസോസിയേഷൻ ഒരു പരാതി കൊടുത്തിട്ടുണ്ട് സർക്കിൾ ഇൻസ്പെക്ടർക്ക്. ഈ അടുത്ത ദിവസമാണ് കൊടുത്തത്. എന്താ അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഈ സംഭവം നടന്നു ആർക്ക് വേണ്ടിയിട്ടാണ്? നിങ്ങളുടെ സംഘടനയാണ്, CPM സംഘടനയാണ്. അവർ പറഞ്ഞിരിക്കുന്നത് വിഷയം മാപ്പ് പറയലോടെ തീർന്നു എന്ന് കരുതിയെങ്കിലും പിന്നീട് അത് വീണ്ടും വിഷയമായി. ഒരു സംഘം ബേബിയുടെ, അതായത് ഈ അധ്യാപകൻ്റെ വീട് അന്വേഷണം നടക്കുകയായിരുന്നു. ശനിയാഴ്ച രാവിലെ 5 മണിക്ക് ഒരു ജീപ്പ് നിറയെ ആളുകൾ ആലുവ ഭാഗത്ത് നിന്ന് ക്യാമ്പസിലെത്തി. സർ, അന്വേഷണത്തിൽ ആലുവ SFI ഏരിയ കമ്മിറ്റിയിലെ അംഗങ്ങളാണ് സംഘത്തിലുണ്ടായിരുന്നത്. അതുപ്രകാരം ഓഫീസിലെത്തിയ ഡോക്ടർ ബേബിയെ, ഈ പ്രതിയെ, യൂത്ത് വെൽഫെയർ ഓഫീസിൽ തള്ളിക്കയറിയ ഈ SFIക്കാരടങ്ങിയ ഗുണ്ടാ സംഘം ക്രൂരമായി ആക്രമിച്ചു. SFI യൂണിറ്റ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ എത്തിയ ഗുണ്ടാ സംഘവും പ്രശ്നവുമായി ബന്ധപ്പെട്ട പെൺകുട്ടിയും അക്രമത്തിൽ പങ്കാളിയായി. സാർ, മാർച്ച് 1 തീയതി ഈ സംഭവം നടന്നതിൻ്റെ പിറ്റേ ദിവസം വെളുപ്പിന്, നിങ്ങളൊക്കെ SFIക്കാരെ കുറിച്ച് മോശമായിട്ടല്ലേ പറയണം, ഞാൻ നല്ലതാ പറയണം. ഈ സംഭവം ഉണ്ടായതിൻ്റെ പിറ്റേ ദിവസം വെളുപ്പിന് SFIക്കാർ വന്നിട്ട് ഇയാൾക്കിട്ട് അടി കൊടുത്തു. എന്നിട്ട് ഇത്രയും സംഭവം ആ ക്യാമ്പസിൽ ഉണ്ടായിട്ട് ആ ക്യാമ്പസിൽ കേസെടുത്തില്ല. നിങ്ങളുടെ ആളുകൾ അത് കേസെടുത്തില്ല. കാരണം ഇയാൾ പാർട്ടിക്കാരനാണ്. ഈ ബേബി സ്റ്റുഡൻറ് വെൽഫെയർ ഡയറക്ടർ, കുട്ടികളുടെ ക്ഷേമം അന്വേഷിക്കണതിൻ്റെ ഉദ്യോഗസ്ഥൻ. കറക്റ്റ് ആളുടെ കയ്യിലാണല്ലോ അത് കൊടുത്തേക്കണത്. കറക്റ്റ് ആളുടെ കയ്യിലാണല്ലോ കുട്ടികളുടെ ക്ഷേമം അന്വേഷിക്കാൻ കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നിങ്ങളുടെ സംഘടന ആവശ്യപ്പെടുന്ന മുഴുവൻ കേക്ക്, നിങ്ങളുടെ സംഘടന ആവശ്യപ്പെടുന്നത് വ്യാജ CIക്ക് കൊടുത്തിരിക്കുന്ന പരാതിയാണ്. വ്യാജ പരാതി നൽകിയ പെൺകുട്ടിക്കെതിരെയും ഡോക്ടർ ബേബിയെ ആക്രമിച്ച ഗുണ്ടകൾക്കെതിരായും കർശന നടപടി സ്വീകരിക്കണം. നിലപാട് വേണം സാർ, നിലപാട് സാർ ഇയാൾ എങ്ങനെയാണെന്നറിയാമോ? ക്ലർക്കിന്റെ മീതെയുള്ള പോസ്റ്റിൽ അവിടെ വന്നു, ക്ലർക്കിന്റെ മീതെയുള്ള പോസ്റ്റിൽ. എന്നിട്ട് സ്റ്റുഡൻറ് വെൽഫെയർ ഡയറക്ടറിലേക്ക് സ്പെഷ്യൽ ഇൻ്റർവ്യൂ ആണ്. ഒരു കാരണവശാൽ അർഹതയില്ലാതെ സ്റ്റുഡൻറ് വെൽഫെയർ ഡയറക്ടറായി. കുറേ നാൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയാണ്, എനിക്ക് ഇത് നോൺ ടീച്ചിങ് പോസ്റ്റാണ്, എനിക്കിത് ടീച്ചിങ് പോസ്റ്റാക്കി മാറ്റി തന്നെ. നോൺ ടീച്ചിങ് പോസ്റ്റിൽപ്പെട്ട ഇയാളെ ടീച്ചിങ് പോസ്റ്റിലേക്ക് മാറ്റി. എന്നിട്ട് സാർ കഴിഞ്ഞ 11 വർഷക്കാലത്തെ മുൻകാല പ്രാബല്യത്തോടുകൂടി UGC ശമ്പളം കൊടുത്തു. UGC ശമ്പളം. അയാളാണ് ഈ പ്രതി. നിലപാടാണ് സാർ, നിലപാട്.